വണ്ടിയെല്ലാം പോയി. നമ്മൾ ഊബർ വിളിച്ചിട്ടാ നിങ്ങൾ വിളിച്ചാൽ വരൂലേ? നിങ്ങൾ പോയി തന്നാ പിന്നെ എടാ വണ്ടി പോയടാ. വണ്ടി അടിച്ച് പെരങ്ങി പണ്ടാരടങ്ങിയതാ. ഇവരെ വണ്ടിക്ക് പോയിട്ട് ചാർത്തി, ചങ്ങായിന്റെ വണ്ടിക്ക് പോയിട്ട് ചാർത്തി. ഒന്നുമില്ല, പക്ഷെ വണ്ടി 2 വണ്ടി നല്ല പണ്ടാറടങ്ങി. സ്വിഫ്റ്റിനെ കൊണ്ടുപോയി ചാർജ്, സ്വിഫ്റ്റിന്റെ ബാക്കിൽ കുണ്ടിക്ക് കൊണ്ടുപോയിട്ട് വരച്ചു കൊടുത്ത്. മുനു ഓവർ എനർജി കാണിച്ചിട്ട് കുത്തി കയറി നേരെ കൊണ്ടുപോയിട്ട്. ഇന്നെന്തായാലും ഷോർട്ട് സ്ട്രീം ആയിരിക്കും. ഇന്നെന്തായാലും ഒരു ഡിപ്രഷൻ സ്ട്രീം ആകാനാ സാധ്യത. കാരണം മുനുവെല്ലാം ഫുൾ ഡൗണാണ്, ഞാനും ഡൗണാണ്. ഇനി നാളെ എന്താക്കും ഇന്നെന്താക്കും. വണ്ടി പോവാനൊരു വണ്ടി പോലും ഇല്ല, മനസ്സിലായാ? അപ്പൊ അതവസ്ഥ. ലെറ്റ്സി എന്തായാലും IRL must go on. അതുകൊണ്ട് ലൈവ് ഇട്ടതാണ്. ഓക്കെ, ബാ കേറാം. നമ്മ ഇപ്പൊ ഇവിടെ പബ്ബിൽ വന്നിട്ടുള്ളേ. പബ്ബ് കാണിക്കണം. മുനു എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? മാൻ ഓഫ് ദ ഡേ എന്താ പറയാനുള്ളത്? ഇത് അലാക്കിന്റെ ഒരു ഓടിക്കലുണ്ടായിരുന്നു. വണ്ടി അടിച്ചു കയറ്റിയ പിള്ളേർ വരെ ഇവനെ ചിരിച്ച് കളിയാക്കിയാണ്. കാരണം ഇവൻ 1 ലക്ഷം റുപ്യന്റെ നഷ്ടം കമ്പനിക്ക് പിന്നെ 2 ലക്ഷം പോരാണ്ട് അടുത്ത 1 ലക്ഷം റുപ്യന്റെ നഷ്ടം കമ്പനിക്ക് ആക്കി. സംഭവം സങ്കടം ഉണ്ട് കേട്ടോ. ഫുൾ മൂഞ്ചിട്ടാണുള്ളത്, വെട്ടി അടിച്ചിട്ടാണുള്ളത്. പക്ഷെ പറയാലോ. ഹായ് എടുത്തോട്ടോ. നമ്മളിങ്ങോട്ട് ഇവിടെ വന്നതാ. വാ കേറാം. നെറ്റോക്കെ അല്ലേ ചാറ്റ്? എടാ മിക്കവാറും ഇല്ല, ഞാൻ പറയട്ടെ. എടാ നിങ്ങൾക്ക് കയറിക്കോ, ഞാൻ വരാം. എടാ മിക്കവാറും അടി പൊട്ടും. നമ്മളങ്ങോട്ട് കയറ്റും തോന്നില്ല, നമുക്ക് തോന്നില്ല. ലൈവ് ഇട്ടിട്ട് ഇങ്ങനത്തെ പബ്സിലൊന്നും കയറാൻ പറ്റൂലെന്നാണ്. ഇവിടെ മറ്റേ ഗുണ്ട ടീംസ് അവരെല്ലാം വരുന്നത്, മരദനീഷിന്റെ എല്ലാം ടീംസ് എല്ലാം വരുന്ന പറയുന്നത്. മിക്കവാറും അടി പൊട്ടും, മിക്കവാറും കയറ്റും തോന്നില്ല. നമുക്ക് നോക്കാം. ലെറ്റ്സി. ഓക്കെ, അവിടെ കയറ്റോ നോക്കടാ. കേറിക്കോ. അവരെന്തായാലും കയറ്റും, നമ്മളെ കയറ്റോന്നും സംശയം. എടാ സ്റ്റോറി ഇടില്ലടാ, സ്റ്റോറി ഇടാൻ മറന്നു. എന്താടാ എനിക്ക് കയറാൻ ഇതില്ല? എന്താ ചെയ്യാ? നമുക്ക് കയറാം, ഞാൻ പിടിക്കാം. എടാ നീ എന്താക്കും അപ്പൊ? നോക്കാം, നീ ബാവാ നോക്കാം. ലെറ്റ്സി. അങ്ങനെയാ? ഹായ് ഗൈസ്, എന്തല്ല അടി ഇതാന്നല്ലോ എടുത്ത പബ്ബ്. എന്നാ പരിപാടി? എടാ നിനക്ക് ആയിനാ നിനക്ക് ഏറ്റോ അറിയില്ല. മൂഡ് കണ്ട 17-15 അതിനെ തോന്നുന്നു. എടാ നല്ലല്ലേ പറഞ്ഞ ഇങ്ങടെ കയറ്റില്ലെങ്കിൽ എന്താ? എങ്ങല്ലേ അത് നല്ലതല്ലേ? നിങ്ങക്ക് 42 വയസ്സായെന്ന് വിചാരിച്ചിട്ട്. അല്ല ഞാൻ പറയട്ടെ, എനിക്ക് 42 ആയാലും ഞാൻ ഗാങ്സ്റ്ററാണ്. എന്ത് പുറത്ത് പോയിക്കോന്ന്? റൈറ്റ് മൈ ഔട്ട്ഫിറ്റ്. എടാ നിനക്ക് കയറാൻ കഴിയില്ല, പുറത്തോ ഇതിനെ കൂട്ടൂല. വെറുതെ അറിയാ കയറ്റോന്ന് നോക്ക ചെക്കനാ. ചെക്കൻ മിക്കവാറും പുറത്ത് നിൽക്കേണ്ടി വരും കേട്ടോ. അല്ലാണോ പറയല, ചെക്കൻ മിക്കവാറും പുറത്ത് നിൽക്കേണ്ടി വരും. ഇല്ലടാ നീ പുറത്താണെങ്കിണ്ടല്ല, ഞാൻ തമാശ അല്ല. നീ പുറത്താണെങ്കിൽ ഞാൻ 5 മിനിറ്റ് ഉള്ളിൽ വെക്കും, ഞാൻ പുറത്തിറങ്ങി വരും. തമാശ അല്ല. പറയുന്ന പോലെ നീ വെറുതെ നിൽക്കല്ല, എനിക്ക് പിടിച്ചോടിയത് പിടിക്കാൻ അറിയോ? ബാക്കിൽ ഇവനറിയില്ല സംഭവം പിടിക്കാൻ.
ശരിയായ സെറ്റപ്പ്. എണ്ണം കൊടുക്കണം. അത് നോക്കാം സെറ്റാക്കും. അതാണ് മുത്ത എൻ്റെ ഐഡിയ നോക്കിയ അടുത്ത് കാണിക്കാം. എന്നെ മുന്നോട്ട് കാണിച്ചു നോക്കിയ അങ്ങനെ പണ്ടേ ഇല്ലടാ പല്ലിൻ്റെ സീനുണ്ടാ. എനിക്ക് എൻ്റെ പല്ല് കാണാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആധാർ കാർഡിൽ കൊടുത്ത ഫോട്ടോ നോക്കിയ ഇങ്ങനെ പൊത്തിപ്പിടുത്ത്. 42 വയസ്സുള്ള ആളൊക്കെ ഏറ്റവും ആദ്യം നോക്കണം. 24. നല്ല ഹാപ്പിയാണ്. ചാർട്ടിന്റെ ഹാപ്പിനെസ് മുഖത്ത് കാണാനുണ്ട്. 1 ലക്ഷം റുപ്യ നഷ്ടമാക്കിയല്ല, അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവും. എത്ര വയസ്സായിരുന്നു? എന്നെ കണ്ടിട്ടാ എന്റെ വയസ്സ് അവർക്ക് അറിയാം. എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നെ കുറിച്ച് അറിയാത്തൊന്നുമില്ല. നിന്റെ ഫോണില്ലേ വിളിച്ചെടുക്കാൻ ഫോണില്ലേ? നിന്റെ ഫോൺ എടുത്തോ. എടാ നിന്റെ ഫോൺ വിളിച്ചേ. ആ ശരിയാണല്ലേ. നീ മറ്റേ ഫോൺ എന്താ എടുക്കാണ്ടെന്നാ? നീ ഷമീറിന്റെ ഫോൺ വാങ്ങിയ ഷമീറിന്റെ ഫോണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. കണ്ടിട്ട് മനസ്സിലാകത്തോണ്ട് നോക്കുന്ന എന്റെ ഐഡിയ അല്ലേ? അവര് തന്നു, ഞാൻ എടുത്തു. അല്ല ഇങ്ങനെ ഐഡന്റിഫിക്കേഷൻ ഉണ്ടോ? ഇങ്ങനെ കണ്ടു മനസ്സിലാക്കണമെന്നുണ്ടോ? ചോദിച്ചതാ ചേട്ടാ. ഞാൻ വേഗം 5 മിനിറ്റോട് 5-10 മിനിറ്റ് അവിടെ നീ വരുന്നില്ല. പിള്ളേരാ എന്തിനാ? നീ കാണിച്ച ഐഡിയ കാണിച്ചോ? അവനെന്തി സിംഗുന്തി maka pokok tengok kok. അടുത്ത
മരട് അനീഷിന്റെ ചങ്ങനെ പരിചയപ്പെട്ടതുണ്ട് തപ്പിട്ട് വന്നതാ. അവിടെ എനിക്ക് മരട് അനീഷ് മരട് കപ്പ് എന്നോട് ആരെങ്കിലും പറഞ്ഞു ഇവിടെ കുറെ ഗ്യാങ്ങും സംഭവം ഉണ്ടാവും. അപ്പൊ അറിയില്ല ഏത് അൻകാതാ ഉമ്മാവത്തുള്ളല് ഉള്ളിലേക്ക് കൊണ്ടുപോയവന് എടാ ഒരു പേടിയാണ്, മഴവില്ലാവോന്ന് പേടിയാണ്. എൽ ഡ്രസ് എന്താ എൽ ഡ്രസ് സ്പാം ചെയ്യുന്നത്? എന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് റേറ്റ് ചെയ്ത 10-ൽ 5 അപ്പുറം അത്രയും എല്ലാ ഔട്ട്ഫിറ്റ് ഞാൻ പറഞ്ഞ ഉഷാറാണ് ബ്രോ. മരട് അനീഷിനെ കണ്ടിട്ട് അയാളെ തപ്പിട്ട് ഞാൻ വന്നേ. ഞാൻ മരട് അനീഷിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഞാൻ കുറെ ദിവസമായി തപ്പി നടക്കുന്നത്. എനിക്ക് മീറ്റ് ചെയ്യണം പ്ലീസ് ബ്രോ. മരട് അനീഷ്, ഇഫ് യു ആർ സീയിങ് ദിസ് പ്ലീസ് മീറ്റ് മീ പ്ലീസ്. ഐ വാണ്ട് ടു മീറ്റ് യു. എനിക്ക് കാണാ മരട് അനീഷിനെ കണ്ടിട്ട് എന്തിനാ? മരട് അനീഷിനെ കണ്ടിട്ട് നിനക്കെന്തിനാ? ഞാൻ ഗാങ്സ്റ്റർ അല്ല, എനിക്ക് മരട് അനീഷിനെ പോലെ ആണെന്നുണ്ട് ഭാവിയിൽ, മനസ്സിലായാ? അതുകൊണ്ട് ഞാൻ മീറ്റ് ചെയ്യുന്നത്. നീ എന്തിനാ മീറ്റ് ചെയ്യുന്നത്? നിനക്ക് എന്നെ മീറ്റ് ചെയ്താൽ പോരാ? ഞാൻ മരട് അനീഷിനെക്കാളും പൊളിയാവും. I'm trying to be a gangster, bro. അനീഷിന്റെ ഫാനാണോ? മരട് അനീഷ് ഫാൻസ് അസോസിയേഷൻ ഞാൻ തുടങ്ങിയത്. അന്നൊരു ഫാൻസ് അസോസിയേഷൻ ഇല്ല, ഞാൻ തുടങ്ങാൻ പോയത്. ഞങ്ങളുടെ ഫാൻസാ അതാണ്. ഓ നിങ്ങളെ പേരെന്താ? നെസലാ. ഓരോ കൊടുക്കും. മുന്നിനെ കാണിച്ചോളൂ. മുന്നിൽ കളിക്കാറിയാടാ. നീയപ്പ ഇത് കളിക്കാൻ പഠിച്ചേ? പഠിച്ചൂടെ?
ബ്രോ ഹറാമിലേക്ക് കൊണ്ടുപോകാൻ നോക്കണം. എന്നെ ഹറാമിലേക്ക് കൊണ്ടുപോകാൻ നോക്കണം. ഞാൻ ഏറ്റവും ഒന്നുകൂടി നോക്കട്ടെ. Life is one, bro. 24 hour live ആണോ? 24 എന്നല്ല, ഇത് മിക്കവാറും വേഗം നിർത്തും. കാരണം വണ്ടിയില്ല. സംസാരിച്ചിട്ടാണ് അങ്ങനെ പുറത്തിറങ്ങാം. ആരോട് സംസാരിക്കണ്ടേ? ഡ്രിങ്ക്സ് അല്ലാണ്ട് വേർന്ന് കുടിക്കാൻ കിട്ടൂല. അവിടെ സാധാ സാധനം കുടിക്കാൻ കിട്ടൂല. അല്ല ഡ്രിങ്ക്സ് കുടിക്കാനല്ല, ഡ്രിങ്ക്സ് ഞാൻ കുടിക്കൂല, ഹറാമാണ്. അതല്ല, സാധാ വെള്ളം കിട്ടൂല. പോവാം. അവിടെ നീ വരുന്നുണ്ടോ? ചില്ലേതോടാ, നീ നമ്മള് പോയിക്കോളും. നിങ്ങൾക്ക് ചില്ലേതോടാ. പോവാ ബ്രോ. എവിടെ പോവാ? എവിടെ പോവാ? കൂടെ കണ്ടിട്ടുണ്ട്. കാണാം. മുബാസൊക്കെ വന്നിട്ടുണ്ട്. മുബാസൊക്കിനെ വെയിറ്റ് ചെയ്യണം. അതിന് അവിടെ വന്നിട്ടുണ്ട്. എന്താ ബ്രോ? എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. അവൻ വരട്ടെ. ഹലോ നമ്മളിവിടെ പബ്ബിന്റെ മുന്നിലുണ്ട്. നീ ആരാ? ഒറ്റക്കാ? ഏതാ വണ്ടി? ഏതാ? ഊബറിനാ? എന്നാ നമുക്ക് ആ ഊബറിനെ തന്നെ അങ്ങോട്ട് പോവാ. നമ്മള് പബ്ബിന്ന് അടിച്ചു പുറത്താക്കി. സീനായി. ഗ്യാങ് ഫൈറ്റ്. മരടനീഷും ടീമായിട്ട് ഗ്യാങ് ഫൈറ്റ് ആയി. ഇല്ലടാ, സീനൊന്നുമില്ല. നമുക്ക് എവിടെ പോയി ഫുഡായിട്ട് കഴിച്ചാലോ? എവിടെ പോയാലോ? ഇവിടെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്പോട്ട് ഏതാ? ലുലിലേക്ക് വരണോ?
ലുലു ആണ്, നമുക്ക് വേറെ എവിടെയും പോവാ. എടാ എവിടെയാന്ന് എവിടെ പോവാ? മുവാസുക്കാ? നോ ലുലുലാളെ മുവാസുക്ക് ലുലുലാളെ നെറ്റ് കിട്ടില്ല. എടാ നീ പുറത്തേക്ക് വരോ ലുലുല്? ഓക്കെ, ഞാൻ അടുത്തിട്ട് വിളിക്കാം. ഓക്കെ, അടുത്ത നിക്ക്. ഓക്കെ ബൈ. ഇവരെ വണ്ടിയിലാണ് നമ്മ ഇന്നലെ പോയി ചാർത്തി കൊടുത്തത്. ഇവരെ വണ്ടിയിലെ മുന്നിൽ ഇന്നലെ പോയി ചാർത്തി കൊടുത്തത്. ഇവരെ സ്വിഫ്റ്റിന്റെ ബാക്കില്. അവിടെ എന്ത് ക്രേസി നൈറ്റ് ആയിരുന്നു അറിയുന്നല്ലോ. കാര്യം പറയാ. എടാ ഊബർ വിളിച്ചു പോകേണ്ട അവസ്ഥ ആലോചിച്ചൊക്കെ. വണ്ടിയില്ല, ഊബർ വിളിച്ചു പോകേണ്ട അവസ്ഥയാണ്. വിളിച്ചില്ലേ? അടുത്ത എവിടെ കയറ്റി കൊടുക്കാൻ വേണ്ടി വണ്ടി. എന്ത് എവിടെ ഉള്ളവരോ? ഹലോ, ഇപ്പം വന്ന് നമ്മളെ കൊണ്ടാക്കി ഊബറാ. അത് ശരി. അച്ചങ്ങനെ ഒരു കാസർഗോഡുകാരനാണ്. എടാ FFKYC ഈഗിൾ എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ആൾ സ്പാം ചെയ്യുന്നുണ്ട് ബ്രോ. ഇന്ന് വണ്ടി പോലും ഇല്ല. ഹായ് മസാജ് ചെയ്ത് കൊടുക്കുന്ന എന്താ ചെയ്ത് കൊടുക്കാറ? ഞാൻ നോക്കുമ്പില്ലേ മസാജ് ചെയ്ത് കൊടുക്കുന്ന ഇല്ല, കേറിട്ട് ഇറങ്ങിയതാ. യൂട്യൂബിൽ വരില്ല പേടിക്കണ്ട. വേറെ റിസൾട്ട് വരും. ആദ്യമായിട്ടൊന്നും ആയിരിക്കൂലോ. പിന്നെ പ്രശ്നമില്ല. ഓ താങ്ക് യു ബ്രോ, താങ്ക് യു. ആരാ? നിതിൻ പ്രഭാകരൻ, മിസ്റ്റർ നിതിൻ. നിതിൻ നോർത്ത് ഔട്ടാ. അറിയാറിയോ? ഇവിടെ കൊച്ചിയില് മരട് അനീഷ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് നടക്കുന്നുണ്ട്. ടീം. ആ എനക്കൊന്ന് ഇതാക്കണം, എനിക്കൊന്ന് പരിചയപ്പെടുന്നുണ്ട്, എനിക്കൊന്ന് സംസാരിക്കണം. മരട് അനീഷ് ജയിലിലാണ്. സീരിയസ്ലി? ഞങ്ങളൊക്കെ വേറെ ലെവലിൽ ജയിലാണ്. ആ ജയിലാണ്. ജയിലാണപ്പോ കഴിഞ്ഞ അറിയില്ലോ. എന്താ പേര്? ഞാന് ആ മറ്റേ സിസ്റ്റം പൊട്ടിച്ച സാധനം ഉണ്ടല്ലോ, ആ പൊളിയായിരുന്നു. നിങ്ങൾ ആൾക്കാരാണ്. ബൈ ബ്രോ. ഇന്നലെ വന്നവരാണ്. ഇന്നലെ വന്നില്ലേ മറ്റേ കാക്കനാടെന്ന്. എടാ ഊബർ വന്നു. ലെറ്റ്സ് ഗോ. ആര് തള്ളിയാന്ന് പറഞ്ഞു? ഇത് ഒറിജിനലാണ്. കാർത്തിക് സൂര്യക്ക് ബുദ്ധിയില്ല. കാർത്തിക് സൂര്യ ബുദ്ധിയില്ലാതെന്ന് പറഞ്ഞോ? മുബാസൊക്കെ എത്ര ദൂരം? ലുലുമാള് എത്ര ദൂരമുണ്ട്? ലുലുമാള് ഇപ്പൊ വന്നില്ലേ? എടുത്തോ, ലുലുമാളൊക്കെ എടുത്തോ. റെന്റ് കാർ എടാ നമ്മള് കൊറേ നോക്കിയടാ, ഈ രാത്രി ആയിട്ട് റെന്റ് കിട്ടുന്നില്ലടാ. റെന്റ് കിട്ടോ? അറിയില്ല, നീ നോക്കിയില്ലേ? വിളിച്ചെടുത്തെല്ലാം ഫുള്ളാണ്. വീക്കെൻഡ് അല്ലേ, ടൈറ്റാന്നാ പറഞ്ഞു. നാളെ റെന്റ് എടുത്താ നമുക്ക്. നാളെ റെന്റ് എടുത്തിട്ട് ഫുൾ കറങ്ങാം. ഇന്നിപ്പോ ഒന്നും നടക്കും തോന്നില്ല. ഈ ഊബറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും, മനസ്സിലായോ? അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആടിയൊന്നും പോകാൻ കഴിയില്ല, ദൂരം ഒന്നും പോകാൻ കഴിയില്ല, മനസ്സിലായോ?
രണ്ടേക്കാരുടെ ഇവിടെ ഭയങ്കര ലിമിറ്റും ഭയങ്കര പൈസയൊക്കെ ഉണ്ട്. എത്ര പൈസ? സ്വിഫ്റ്റിന് 1,800 120 കിലോമീറ്റർ അങ്ങനെ എന്തോ ഇത്ര ഓടാൻ കഴിയും. മെട്രോ 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 എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യുന്നുണ്ടല്ലോ. മെട്രോ എന്താ കാണാൻ മാത്രം ഉണ്ടോ? മെട്രോ മെട്രോ ആയതിനെ കേറിയിട്ടില്ല, പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തോ വീഡിയോ എല്ലാം കണ്ട വെച്ചിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല മെട്രോ. മുനോ അടുത്തൊരു അടിയപ്പാന്ന് എപ്പോഴും അടി കളിപ്പടിക്കണോ? ഒരടിച്ച് കയറണ്ട. ഇക്കാ വണ്ടി ഓടിക്കാൻ കൊടുക്കുന്ന വണ്ടി ഓടിക്കാൻ കൊടുക്കുന്ന എനിക്ക് എല്ലാം സെറ്റാക്കി തരും. വണ്ടി സെറ്റാക്കി തരലാന്ന് ഇവന്റെ മെയിന്. ഈ വണ്ടിന്റെ പണി തീർത്തിട്ട് വേണം അടുത്ത കയറ്റാൻ വേണ്ടിട്ട് എവിടെ കൊണ്ടുപോയിട്ട്. ഇത് ഇന്നലത്തെ അല്ല ഇന്നത്തെ അല്ല. നീ മൊത്തത്തിലൊരു കിളി പോയ പോലെ ആയാലേ. വണ്ടി അടിച്ചതിന് ശേഷം എന്തല്ലോ ഒരു സസ്പീഷ്യസ് കളി കളിക്കുന്നവൻ. ആക്സിഡന്റ് എങ്ങനെയാന്ന് പറയാന്ന് അറിയുന്ന സ്റ്റോറി അറിയാൻ പറയുന്ന ആക്സിഡന്റ് സ്റ്റോറി അറിയാൻ പറയുന്ന. സിഗ്നല് ചവിട്ടി ബാക്കിൽ ഞാൻ കൊണ്ട് പേടിച്ചു. നമ്മ കണ്ടിരി എങ്ങനെയാന്ന് സംഭവം. ഒരു പാട്ട് വെച്ച് നമ്മള് ഹുക്കും അറിയില്ലേ, അത് വെച്ചോടുത്ത് ഇവൻ വിചാരിച്ച് ഇവനുള്ള ഇതിന് പവർ കയറി ചവിട്ടി പിടിച്ച് ഫ്രണ്ടിൽ പോയിട്ട് ഒറ്റ ഒരു സ്വിഫ്റ്റിന്റെ ബാക്കില് കുത്തി കേറി. നമ്മളെ വണ്ടീന്റെ ഫ്രണ്ടും പോയി, അവരെ വണ്ടീന്റെ ബാക്കും പോയി. അല്ലല്ല അവരറിയുന്ന ആളായിക്കോട്ടെ, എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. മീൻസ് എന്തായാലും വണ്ടി പണി എടുക്കണം. വണ്ടി ഇല്ല കേസൊന്നുമല്ല. ഇന്ന് മൊത്തം മൂഡ് പോയിട്ടുണ്ടായിന്. ഞാൻ പിന്നെ എന്തായാലും കൊച്ചിയിലുള്ള അയ്യാറിൽ എന്തായാലും ലൈവ് ചെയ്യണം ചോദിച്ചിട്ട് അങ്ങനെ ലൈവ് ഇട്ടതാണ്. ഇന്ന് ഫുള്ള് എല്ലാരും ഡൗൺ ആയിട്ടുണ്ടായി. ആ ഷോക്കിൽ അടിച്ചതിന്റെ ഷോക്കിൽ ഉണ്ടായിരുന്നു കുറെ ആള്. അവര് 5 ആളുണ്ടായിരുന്നു വണ്ടിയില്. അവരും ഷോക്കിലായിരുന്നു. ഹുക്കുമിട്ടേ മോനോ? ഞാൻ വണ്ടി എടുക്കുന്നില്ലല്ലോ. ജീവിതത്തിൽ മോന് വണ്ടി ഓടിക്കൂല. വണ്ടി ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്താ പറഞ്ഞാ വണ്ടി അടിച്ചാട് ഇതെല്ലാം സ്വാഭാവികമാണ്, വേറെ സീനൊന്നുമില്ല. വണ്ടി പണിയെടുക്കുക, ഇറക്കുക, എന്നും അടുത്ത് കൊണ്ടുപോയിട്ട് സ്വാഭാവികം തന്നെയല്ലേ. എന്നാലും ആ ഷോക്ക് മാറാത്തതിന്റെ ആ ഒരു സംഭവം ഇങ്ങനെ ആയിപ്പോയി. പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ. പക്ഷെ ആ BGM-ന്റെ ഇത് കണ്ടപ്പോ എനക്ക് തോന്നിയില്ല. നമുക്ക് കറക്റ്റ് 2 മിനിറ്റ് മുമ്പ് പറയുകയും എന്തായാലും ഇവൻ കൊണ്ടുപോയി ചാർത്തു നമുക്ക് ഉറപ്പായിരുന്നു. കാരണം എപ്പെല്ലാം ഇങ്ങനത്തെ ഓവർ ഇത് കാണിക്കലുണ്ട്, അപ്പെല്ലാം പണി കിട്ടലുണ്ട്. ഞാൻ ഇവരോട് 1000 വട്ടം പറഞ്ഞു, ഓവർ എനർജി കയറുന്നുണ്ടെങ്കിൽ അടങ്ങ് പോയി തൂറിയിട്ട് തീർക്കാം. വെറുതെ വണ്ടിന്റെ മുകളില് ആ എനർജി കാട്ടിട്ടാണ് പണി കിട്ടിയത്. പക്ഷെ W മൈൻഡ് സെറ്റ് ആണ്. കഴിഞ്ഞത് കഴിഞ്ഞെന്ന് പറഞ്ഞ ഇനി അടുത്തതെന്നാ പറഞ്ഞവരോ. കമ്പനിക്ക് അടുത്തൊരു നഷ്ടം വരുന്നുണ്ട്. 2 ലക്ഷം റുപ്യന്റെ നഷ്ടം അടുത്ത് വരുന്നുണ്ട് കമ്പനിക്ക്. ചെറുതാന്ന് പറഞ്ഞ കമ്മിങ് അപ്പ്. നീ പൊളിക്കുന്നത്രൊന്നും ഞാൻ പൊളിച്ചിട്ടില്ലല്ലോ. ഇത് മാസലക്ഷങ്ങൾ വീശിക്കുന്ന നിലവാക്കണോ? പൊളിക്കാ വാങ്ങാ അത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഇല്ലല്ലോ. കമ്പനി നഷ്ട കമ്പനി എന്ന് പറയുന്ന ചാറ്റില് നഷ്ട കമ്പനി എന്ന് പറയുന്ന ഒരുത്ത ഇതിന്ന് തീർക്കണം. ഇവന്റെ ഈ കായപ്പ ഞാൻ തീർക്കണേ. കാര്യം കാരണമാണ് കമ്പനിക്ക് നഷ്ടം വരുന്നത്. നോക്കാം നമുക്ക്. അത് നമുക്ക് ഇന്ന് നോക്കാം കേട്ടോ. ഇതിന്റെ താടിക്കളി ഞാൻ ഇന്ന് തീർത്തരാം. അല്ലാണോ പറയില്ല, തമാശ അറിയുന്നില്ല. പരിപാടി ഞാൻ നിർത്തി. മുടി വെട്ടാൻ പെടോ നീ? ഇല്ലല്ല, അതേപോലെ തന്നെ എന്റെ താടി.
വ്യൂവേഴ്സ് കുറവാണല്ലോ ഇൻസ്റ്റാ സ്റ്റോറി ഇടുന്നത്. ഇല്ലടാ ഞാൻ സ്റ്റോറി ഇടാണ്ടെന്ന് കരുതിക്കൂട്ടി ഇടാണ്ടെന്ന്. കാരണം ഇന്ന് ഡൗൺ ഡേ ആണ്. ഞാൻ ഷോർട്ട് സ്ട്രീം ആയിരിക്കും ഇത് മിക്കവാറും. കാരണം ഈ ഊബറിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോലെല്ലാം പാടായിരിക്കും. ഇത് ഷോർട്ട് സ്ട്രീം ആയിരിക്കും മിക്കവാറും. ഷോർട്ട് സ്ട്രീം ആയിരിക്കും. ഞാൻ വെറുതെ ഒന്ന് ഇട്ടതാ. ഒരു എന്തായാലും ഇവിടെ എത്തിയല്ലേ എന്നുള്ള രീതിയിലാണ് ഇട്ടതാണ്. മിക്കവാറും ഷോർട്ട് സ്ട്രീം ആയിരിക്കും. വേഗം ഒഴിവാ മിക്കവാറും. പിന്നെ ഞാൻ മുബാസുക്കിനോട് ഇന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. മനസ്സിലാ മുഖം കാട്ട് നീ മുഴുവൻ പനി പോകാതെ നീ നേരെ കൊണ്ടുപോയി അടിച്ച് പെരിക്കൊന്നും പറ്റില്ല. എന്നെ വലിയ കാര്യം അറിഞ്ഞോണ്ട് മേടിച്ച ആദ്യമായിട്ടല്ലേ. വണ്ടി അടിക്കുമ്പോൾ നമുക്ക് ചിരിയായിരുന്നു. കാരണം ഇവന്റെ അവസ്ഥ ആലോചിച്ചിട്ട് അതിന് മുമ്പുള്ള അടിച്ചിട്ടാണെന്ന് ഇതൊന്നായിട്ടില്ലല്ലോ. അതിന്റെ കറക്റ്റ് ചെയ്യല്ലേ ഇത് ബാക്കി അതിന്റെ അടാ നെറ്റ് ഏകദേശം ഒരു 1 മിനിറ്റ് അടുപ്പിച്ച് കട്ടായിരിക്കും. ലുലുമാള് കൊറേ പോകാനുണ്ടോ? ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച ആണല്ലടാ. ഇത് ഞായറാഴ്ച ആണല്ലോ. ശരിയായ കാസർഗോഡ് എന്തിരാ എന്ത് കഥടാ എന്തിരാ നീ പറയുന്നത്? നീ വെയിച്ചാ? നീ ശരിക്കും വെയിച്ചാ? ഇല്ലടാ. വെയ്ക്കാൻ വരുന്നാ? വെയ്ക്കുന്നോ? ദേപ്പുട്ടാ? ഇതാ ദേപ്പുട്ട്? ദിലീപിന്റെ പുട്ട് മാത്രമേ ഉള്ളൂ. ആടെന്താ ആളടാ? പുട്ടിന്റെ കൊറേ വെറൈറ്റീസ് ഉണ്ടല്ലോ. ചോദിച്ച നാട് അത്രയും ക്രൗഡിന്റെ അടുക്ക് പോയിട്ട് ഞാൻ ഫുഡ് കഴിക്കാം. പൊട്ടനാ നീ? പണിയെടുപ്പിച്ച് കൊല്ലും തന്നെ. ഇത്രയും ക്രൗഡ് കുറഞ്ഞെടുത്ത് പോകുന്ന അത്രയും നല്ലത്. അരമണിക്കൂർ സെൽഫി എടുത്തിട്ട് തന്നെ പണിയെടുത്ത് ഇല്ല നമ്മള് ലുലുലേക്ക് കേറൂല. പുറത്തേക്ക് വരാൻ പറഞ്ഞ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഇങ്ങ് വേണം ആരെങ്കിലും എന്റെ അടുത്തേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ വേറൊരു ഊബർ ലുലിലേക്ക് ബുക്ക് ചെയ്. വേറൊരു ഊബർ ബുക്ക് ഉണ്ടാ നോക്ക്. നമ്മളെ വണ്ടി ആയിക്കൊണ്ട് കുഴപ്പമില്ല. ആരാ നോക്കുന്നത്? ഗേൾസാ? Hi girls, how are you? എന്താ? What's up baby girl? Hi. മുഖം കാട്ട് നീ. അതില് മൊത്തം ഗേൾസാ? 35 അല്ല ഫ്രണ്ടിലുള്ളോ? നിനക്കും തോന്നിയില്ലേ? ഒതുങ്ങിയിരിക്കുന്ന അവർക്കും തോന്നിയില്ലേ? എവിടെ പോയി? എല്ലാരും ഇങ്ങനെ ചത്ത പോലെ ഇരിക്കല്ലാണ്. അടിച്ചത് അടിച്ച് പോയത് പോയി. ഇതാക്കണ്ട എന്നാ അതാക്ക്. പോയത് പോയി. വണ്ടിയാകുമ്പോ തട്ടും മുട്ടും. 1 ലക്ഷം 2.5 ലക്ഷം രൂപ 3.5 ലക്ഷം അത്രേ പോയത് പോയിട്ട്. അടുത്ത കാര്യം നോക്കാൻ. അതിന്റെ അർത്ഥം എന്താ? ഉള്ളത് കുടിച്ച് കൊടുത്തന്നെ വെച്ചുറങ്ങാന്ന് ഇന്ന് രാത്രി. ഉള്ളത് തിന്നിട്ട് കിടന്നുറങ്ങാ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് പോശി കിടന്നുറങ്ങാൻ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് അസ്കു. കാസർഗോഡ് അസ്കു കമ്പ. പോർട്ടബിൾ വൈഫൈ നോക്കിയാലോ? അതിൽ കാര്യം ഉണ്ടാവില്ല. സിമ്മന്നെ കാര്യം. പക്ഷെ എല്ലാവരും ചാറ്റിൽ വെറുതെ ഇങ്ങനെ വൈഫൈ പോർട്ടബിൾ വൈഫൈ ആക്കുന്നുണ്ടല്ലോ. വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോ അതില് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. പക്ഷെ ഈ
കമ്പനിക്ക് ഇത്രയും നഷ്ടം വന്ന് നിൽക്കുന്ന ടൈം ഇനിയിപ്പോ പോർട്ടബിൾ വൈഫൈ വാങ്ങാൻ നമുക്ക് അഫോർഡ് ചെയ്യോ? എത്ര പൈസ പോർട്ടബിൾ വൈഫൈക്ക്? 2000 രൂപേന്റെ ഉള്ളിൽ ഉണ്ടാവും. നോക്കുന്നോ? എന്തായാലും 1 ലക്ഷം രൂപ കമ്പനിക്ക് നഷ്ടമായി. അപ്പൊ പിന്നെ 2000 രൂപ ഇതാക്കുന്നതിൽ വല്ല പ്രശ്നം ഇല്ലല്ലോ. അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എങ്ങനെ അക്കൗണ്ടിന്റെ അവസ്ഥ എന്ത്? നീ തുറന്നു നോക്ക്, എനിക്കെല്ലാം അറിയാം. ഡ്രൈവർ ഇച്ചാണ്. ഡ്രൈവർ ച ഡ്രൈവർ ഫുള്ള് കാസർഗോഡ് ഫേമസ് ആവുമല്ല. ഇനിയിപ്പോ അപ്പം നമുക്ക് കുറച്ച് ദിവസം വണ്ടി ഉണ്ടാവില്ല അല്ലേ? വണ്ടി നാളത്തേക്ക് റെന്റ് എന്തെങ്കിലും ഒപ്പിക്കണം, ഇല്ലെങ്കിൽ നടക്കൂല. നാളെ തിരിക്കുന്ന നാട്ടിലേക്ക്. തിരിക്കലല്ല, ഈ വണ്ടി ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് പോകാൻ കഴിയില്ലല്ലോ എന്തായാലും. വണ്ടി എത്ര ദിവസത്തെ പണി ഉണ്ടോ? നാളെ വർക്ക്ഷോപ്പിൽ പോകണം ആദ്യം, എന്നിട്ട് ബാക്കി നോക്കണം. ഇങ്ങനെ പോയാലും എത്ര ദിവസം എടുക്കും? ഒന്നും പറയാനില്ല. അവര് നമ്മളെ നാടല്ലല്ലോടാ, അവര് പറയുന്നല്ല നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ മറ്റവരുടെ വണ്ടിയും പണിയെടുത്ത് കൊടുക്കണ്ടേ? എന്തായാലും 1 ലക്ഷത്തിന് മുകളിലാവും. നമുക്ക് സെറ്റിൽ ചെയ്യാൻ പ്രശ്നമില്ലല്ലോ. നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടെന്ന് നമ്മ ഇങ്ങനെ വിചാരിക്കുന്നു. ബട്ട് കമ്പനിക്ക് ഇപ്പൊ നഷ്ടമൊന്നും ഇല്ലല്ലോ, നല്ല കമ്പനി മുമ്പോട്ട് പോന്ന് ആ സ്പോട്ടിൽ തന്നെ മുന്നോട്ട് പോയിട്ട് നഷ്ടമാക്കി തന്നു. കറക്റ്റ് അല്ല, 2 മിനിറ്റ് മുമ്പ് അവൻ പറഞ്ഞിട്ടുള്ള ആ ലൈറ്റ്സിനോട് വരാൻ പറഞ്ഞാലോ? ലോണിലേക്ക് വരാൻ പറയാം. വരുമെന്ന് വെച്ചാൽ ഫുള്ള് സ്ലോ ആകുന്നു. തൊപ്പിയാന്ന് ഉണ്ട്. നമ്മുടെ ഏതോ ഒരു ബ്ലോക്കിലാ ഉള്ളത്. എന്തോ പാലത്തിന്റെ എല്ലാം തായില. സ്ഥലത്തിന്റെ പേരെന്താ? ലുലുമാളിന്റെ അടുത്തെത്താനായി. ആ വരുന്ന എങ്ങനെ വരാ? ഊബറിലാ? ഏത് വണ്ടി? ഒറ്റക്ക വന്ന് ചാരങ്ങണ്ടാ? എന്താ ഇടാ ലുലുമാളുടെ മുന്നിലോ? നമ്മളില്ലേ മുബാസൂക്കിനെ അറിയോ നിനക്ക്? മുബാസൂക്കിനെ അറിയോ? പാട്ടുപാടി കൊടുക്കും. ഓനെ മീറ്റ് ചെയ്യാൻ വന്നതാ ഇവിടെ. ആ നീ വാ, എന്തായാലും ഓൻ ലുലുമാളിന്റെ മുന്നിൽ നിൽക്കാന്ന് പറഞ്ഞു. നീ വാ. എത്ര സമയം എടുക്കും? ഓക്കെ വാ, സീ യു. പെണ്ണ് പോയാലും എനിക്ക് വിഷമമൊന്നുമില്ല. അടുത്ത വരും, അത് പിടിക്കും, അത്രേ ഉള്ളൂ. എന്ത് അല്ല, ചാറ്റിലാരോ ചോദിച്ചു ഇന്നത്തെ പെണ്ണ് പോയിക്കൊണ്ട് വിഷമമുണ്ടോ? ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? നമുക്ക് അങ്ങനെ ഇതൊന്നുമില്ല. ഒന്ന് പോയാ വേറൊന്നും. അവിടെ ഇന്നലെ എന്താ ക്രേസി നൈറ്റടാ. എനിക്ക് ഓർമ്മയില്ല എന്തെല്ലാം സംഭവിച്ചത്, എവിടെല്ലാം പോയത്, ആരെല്ലാം. സാബൂക്ക, അതിനുശേഷം ഇവന്റെ വണ്ടി ആക്സിഡന്റ്, എന്തെല്ലാം അതിന്റെ അവിടെ കാണുന്നത്. ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ, എന്തെല്ലാം സംഭവിച്ച. ബാങ്ക് ബാലൻസ് പറയുന്നുണ്ട്. ബാങ്ക് ബാലൻസ് ആ ഫോണിലുള്ളത്. ഫോൺ ലൈവ് കട്ട് ചെയ്തിട്ട് നോക്കേണ്ടി വരും. അത്ര ഉണ്ടാവും അല്ല. പക്ഷെ അതിലുള്ളതെല്ലാം നിന്റെയിലേക്ക് ആക്കിയില്ലേ ഓൾറെഡി. അതിൽ അത്ര ഉണ്ടാവും. 2000 എന്തുണ്ട് അതിലൊന്നും ഉണ്ടാവില്ല. നിന്റെയിലൊക്കെ ഉള്ളത് നീ ഇപ്പം അതായില്ലേ. പക്ഷെ ഈടെ നമുക്ക് ചെലവാക്കാനുള്ള കുറെ പൈസ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നാളെ എന്താക്കും? കടമാവും. നിന്റെ ഉപ്പാനോടാ കടം വാങ്ങാ? മാങ്ങന്നല്ല പറയുന്നത്. ഞാൻ തന്നെ വാങ്ങേണ്ടി വരും. കടന്നോട്ട് ഒരു ശീലായ പോലെ ദുരിത ജീവിതം. ഇങ്ങനെ കടം വാങ്ങുക, ഇങ്ങനെ ദുരിതത്തിലേക്ക് ടെൻഷൻ അടിക്കുക. ടെൻഷനിലാണ് ഇവന്റെ കട്ട് എന്ന് തോന്നുന്നു. കോംപ്ലിക്കേഷൻ ഈസ് മൈ എന്റർടൈൻമെന്റ്. തൊപ്പി ഉമ്മാവനെ അടിക്കുന്ന പറയുന്നത്. എന്തിനാ ചാറ്റ് പറഞ്ഞാൽ ഞാൻ ചെയ്യൂ. അത് നമുക്ക് വേറെ വഴിയില്ല. എന്ത് വർത്താനോടാ? നീന്താൻ അറിയില്ല. അള്ളാണ് ഞാൻ തുള്ളിയിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ സ്വിമ്മിംഗ് പൂളിൽ തുള്ളാൻ പോയതാണ്. അവിടെ അത്ര ആഴമൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പൊ ഇവർ കൊല്ലാൻ പറഞ്ഞാല് വാങ്ങിയില്ലേ ഹോൾഡർ വേണ്ട വേണ്ട നല്ല പരിപാടി. വണ്ടിയില്ല ഭായി, വണ്ടിയില്ല. ഗാഡി നെയ്യേ. എനിക്ക് ഇത് പിടിക്കാലോ അല്ലേ ആ സാധനം വാങ്ങിയാല്. എടാ അത് വാങ്ങടാ പൊട്ടാ. തുറക്കല്ല തുറക്കല്ല. എടാ ബായേ ഇന്ന് വാ ബായേ. പോയടാ 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 കിട്ടിയിട്ട് കാര്യമില്ലടാ. പോയി അത് പോയി. എടാ പൊട്ടാക ആവശ്യമുണ്ട് നിങ്ങക്ക്. എടാ നീ കൊടുക്കടാ. എടാ ഒന്നാമത് ദാരിദ്ര്യാവസ്ഥയിലാ ഉള്ളത്. അപ്പൊ തന്നെ കറക്റ്റ് വന്നിട്ട് മൂപ്പര് കൊടുക്കുന്നുണ്ട്. അല്ല നീ കൊടുക്ക. എടാ ചില്ലറ കൊടുക്കണം. നീ കൊടുക്ക. എടാ മറ്റേ സാധനം വാങ്ങണമെന്നുണ്ട് അതിനോട് എനിക്ക്. എടാ പൊട്ടത് ആവശ്യമാണ്. പോയില്ലാടെ നിർത്തി നടക്കാൻ കഴിയില്ല. അതിനെവിടുന്ന കിട്ടാ? ഇങ്ങനെ എല്ലാ സൈഡിലും ഉണ്ട്. ഇങ്ങോട്ട് തിരിക്കണ്ട തിരിക്കണ്ട. അല്ല അതിന് ഇങ്ങോട്ട് വരുമ്പോ ഈ സിഗ്നലിലേ കിട്ടും. എടാ എന്തിനാന്നറിയോ, ഫ്രണ്ടിലില്ലേ കാസ്ട്രോ ഇല്ലേ, ഞാൻ അന്ന് കാസ്ട്രോ വെച്ചാൽ BM കയറിയില്ലേ, അപ്പൊ കാസ്ട്രോ ഇതേപോലത്തെ ഒരു സാധനം ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് വെച്ചില്ലേ. എന്നിട്ട് അതിലാന്ന് അവന്റെ ഗോപ്രോ ഉള്ളത്. എന്നിട്ട് ആ ഗോപ്രോ ഞെക്കും. നീ പുട്ടും മുട്ടി അടിച്ച് ശീലമായിക്കൊണ്ട് നിനക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവൂല. അതൊന്നും സീനല്ല. ഇങ്ങനെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട് മുന്നേ മനസ്സിലാവും. അങ്ങനല്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലേ ഇവൻ ഇങ്ങനെ പിടിച്ചിക്കണ ഡയറക്റ്റ് ആടെ ഇങ്ങനെ വെച്ചാ മതി. മനസ്സിലാ? ഓന്റെ പണിയും കുറക്കാം. ആ സാധനം അങ്ങ് ഒട്ടിച്ച് വെച്ചാ മതി അവിടെ. നൈസാണ്. ഇതളോരമാ ഫ്രണ്ടില് ഓടിക്കണ്ടേ? വേണ്ട കാണുന്നുണ്ട്. വണ്ടിന്റെ മുകളിൽ നിന്ന് വിളിക്കുന്ന നീ വണ്ടി നന്ദിയണ്ടാ ലുലുമാളിറങ്ങി അടിയായിരിക്കും. മുമാസിനും കൂട്ടിട്ട് അങ്ങനെ പോവാ. നീ ബാക്കിൽ നിന്ന് ഒരു ഉബർ വിളിച്ചിട്ട് വരണം കേട്ടോ. ബാക്കിൽ നിന്ന് വന്നോ, ഞാൻ വന്നോളാം. ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തരാം. ഇവിടത്തേക്ക് പോകുന്ന മതി. ഊബർ വിളിച്ചോളാം. അല്ലടാ ഓനേതോ വണ്ടിയില് ഊബർ വിളിച്ചിട്ടോളാം. ഊബർ വിളിച്ചിട്ടായിരുന്നു. നമുക്ക് ആ ഊബറിൽ അല്ല എക്സ് ഞാൻ കൂട്ടിക്കോളാം. അടുത്ത് ഞാൻ കൂട്ടിക്കോളാം. അഷ്കർ ബ്രോ ഇവരവിടെ വെച്ചാൽ കൊണ്ടായി കൊടുത്തേട്ടാ. നോ പ്രോബ്ലം. പൈസ ഇവരെ തന്നെ വാങ്ങിക്കാം. ഞാൻ തരൂലേ? ഓക്കെ ഇല്ലേ പണിയെടുപ്പിച്ചോ? എന്റെ പൈസ ഒന്നുമില്ല. ഞാൻ കൊടുക്കൂല. എടാ കുറച്ച് പൈസ കൈ നോക്കാന്നാ നീ പോവല്ലേ? അപ്പൊ വിളിച്ച ഗൂഗിൾ പേ തുറക്കാം. അഷ്കർ ബ്രോ നിന്റെ പൈസ നീ ബടക്കാവും. അവിടെ എനിക്ക് തരാത്ത നീ മോശമായി പോവും. അസ്കൂർ ഇന്ന് ഫുള്ള് ഫ്രീയാ. എന്നാ പിന്നെ നമുക്ക് ഇത് നമ്മളൊരു വണ്ടിയായിട്ട് അനൗൺസ് ചെയ്താലോ? അല്ല പക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പൊ 7 ആളായില്ലേ. വാസുക്ക് ലൈറ്റ്സ് നമ്മ പോയിക്കോളൂ. നിങ്ങൾ വേറെ വണ്ടിയിൽ വന്നോ? എടാ പേടിക്കണ്ടടാ. നിനക്ക് ലൈറ്റ്സിന്റെ സ്കൂട്ടി ഉണ്ടാവും. ഞാൻ അതിൽ വന്നോളൂ. ഞാൻ കഴിവ് പറ്റിച്ചോളൂ. ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നമ്മൾ വരാം. തീർച്ചയായിട്ടും റൂം കിടക്കാൻ പോണ്ട റൂം എവിടെയെന്ന് അറിയില്ല. എന്നിട്ട് ഒച്ചപ്പാടാക്കുന്നു. കണ്ണാലേ മഴക്കും ഇവിടെ റേഞ്ച് പോകും കേട്ടോ. മിക്കവാറും റേഞ്ച് പോയിട്ടുണ്ടാവല്ലോ. ഉള്ളിൽ പോവില്ലടാ. ഉള്ളിലല്ലേ? പോവും പോയിട്ടുണ്ടാവും. മിക്കവാറും പോയിട്ടുണ്ട്. നമ്മളിവിടെ പുറത്തുണ്ട്. ലുലുന്റെ പുറത്ത്. നീ ലുലുന്റെ ഉള്ളിലുള്ള ആരങ്ങണ്ടാ ഒന്നിച്ചേ? ഒറ്റക്ക് എങ്ങനെയാടാ നീ ഇവിടെ കറങ്ങി നടക്കുന്ന? ആൾക്കാരെ പിടിച്ചോണ്ട് പോലെ കവർ ചെയ്തിട്ടാ? ഓക്കെ പുറത്ത് നമ്മളില്ലേ ഇവിടെ എൻട്രൻസിൽ തന്നെ ഉണ്ട്. മറ്റേ മെയിൻ എൻട്രൻസിൽ അല്ല, ഗേറ്റ് നമ്പർ 2. ഗേറ്റ് നമ്പർ 2 ഓക്കെ വാ. പടപടക്കൂ കണ്ണാലേ. സൗണ്ട് സിസ്റ്റം ഇല്ലേ? ബ്ലൂടൂത്ത് കണക്ഷൻ ഇല്ലേ? എന്തിനാ ബ്ലൂടൂത്ത്? പാട്ടൊക്കെ ഉണ്ടേ. എന്തിനാ പാട്ട് വെക്കുന്നത്? വാസുക്ക് പാട്ടോടി ജീവിക്കുന്ന വാസുക്ക് പാട്ട് പാടി ജീവിക്കുന്ന ആളെ വിചാരിച്ചിട്ട് പാട്ട് വെക്കണം നിർബന്ധം. ഓന്റെ പാട്ടിലും വെച്ചൊരു എൻജോയ്മെന്റ് നടത്തണ്ടേ? ഓനും പാട്ട് പാടിക്കോളും. അല്ല ഞാൻ പാടിക്കൊടുത്തോളൂ. എനിക്ക് അതിലും ഭേദം ഓരോ വണ്ടി ഇറക്കി വിടലാം.
എല്ലാം പുറത്തിറങ്ങുന്ന വെറുതെ വണ്ടിയുണ്ടല്ലോ. പണിയെടുപ്പിക്കും എന്നെ കൊണ്ട്. പണിയെടുക്കടാ. ഇവിടെ വരും 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 വരും. ഞാൻ പുറത്തിറങ്ങാം. എനിക്ക് മിക്കവാറും കുറച്ച് സമയം എടുക്കും പുറത്തിറങ്ങാൻ തോന്നുന്നു. ആ അത് കുഴപ്പമില്ല. ബ്രദർ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കണം. നിന്റെ പാരന്റ്സ് എല്ലാം എടുത്തു. ഇതാക്കി. എടുക്കാം. എന്നാ പരിപാടി? എന്തിനാ വന്നിന്? എന്തിനാ വന്നിന്? ഞാനോ? ആ ഞാൻ ഇവിടെ ടൂറാണ്. ടൂറ് വന്നതാ? എവിടെ സ്ഥലം? ഏ? എവിടെ സ്ഥലം? സ്ഥലം എടുക്കാം. അങ്ങാടിപ്പാറ. അതേതാ ജില്ല? കോഴിക്കോടാ? മലപ്പുറം. മലപ്പുറം. മലപ്പുറത്താ? എന്നാ ഓക്കെ, കാണാം. ബൈ. വീഡിയോ എടുക്കണേ. എന്ത് വീഡിയോ എടുക്കാം. എന്റെ നാട്ടിലെത്താം. വീഡിയോ എടുക്കാനുള്ള വീഡിയോ ലൈവ് അതിന് വീഡിയോ എടുക്കാണ്ട് എന്റെ മുന്നിൽ വന്നാൽ ക്യാമറ അന്നേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ വരുമ്പോ എന്തായാലും കാണൂലേ ക്യാമറയില്. വീഡിയോ എടുക്കല്ലേ എന്നിട്ട് എന്തായാലും. Come on now. Come on